ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്ക്. എല്ലാവരും ഭയങ്കര തിരക്കിലും കാര്യങ്ങളിലാണ്. ഞാനും അതേപോലെ തന്നെ കുറച്ച് തിരക്കിലാണ്. ഭർത്താവിനൊക്കെ കഴിഞ്ഞ് ഓരോർക്ക് പാസ്സാക്കി എണിച്ച് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ എണിച്ച് പിന്നെ അലക്കാൻ പോയി. പിന്നെ വീടൊക്കെ വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു. കുളിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞു. എല്ലാം നിസ്കാരമൊക്കെ കഴിഞ്ഞാകുമ്പോൾ വൈകുന്നേരമായി. പിന്നെ പത്തിരിക്ക് അരക്കാനിട്ടു, ചിക്കൻ കറിക്ക് റെഡിയാക്കാൻ തുടങ്ങി. പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തിരുന്നു, കാറ്റൊക്കെ കൊള്ളാൻ പുറത്തിരുന്നു. പിന്നെ സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും എടുക്കാൻ പോയി. ഫ്രിഡ്ജിൽ നിന്ന് പൊട്ടാറ്റോ ആൻഡ് പിന്നെ ബ്രെഡൊക്കെ എടുത്തു, ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടു. അപ്പോൾ അരി അടുപ്പത്തിട്ടിരുന്നു, അത് അരിഞ്ഞൊന്നിടക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഉള്ളിയൊക്കെ പൊളിക്കാൻ തുടങ്ങി. ഉള്ളിയൊക്കെ പൊളിഞ്ഞ് തക്കാളിയൊക്കെ പൊളിഞ്ഞ് ചിക്കൻ കറി ഉണ്ടാക്കാനാണ്. ഉള്ളിയൊക്കെ മുറിച്ച് എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചു. പിന്നെ കട്ട്ലേറ്റിനും ഇറച്ചിപ്പത്തിലിനുള്ള പൊട്ടാറ്റോയും ചിക്കനും വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചു. അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഉള്ളി, തക്കാളിയൊക്കെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് എല്ലാം കുത്തി അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ അപ്പോഴേക്കും പത്തിരിക്ക് അരിഞ്ഞ് വന്നു, അതെടുത്ത് വെച്ചു. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി. ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ച് ഇറച്ചിപ്പത്തിരിക്കുള്ള ഉള്ളി, സവാള, തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി എല്ലാം ശരിയാക്കി. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി കിച്ചൺ മൊത്തം ക്ലീൻ ചെയ്തു. പിന്നെ ബാക്കി കട്ട്ലേറ്റ് ഇതൊക്കെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചു. നോമ്പ് സമയത്ത് അധികം പാത്രങ്ങളാണ് വീട്ടിൽ. എല്ലാ സമയവും കഴുകിയാലും തീരാത്ത പാത്രങ്ങളാണ് അധികം. നമുക്ക് ഏറ്റവും കൂടുതൽ ഭാരമായിട്ട് തോന്നുന്നത് ആ പാത്രങ്ങളാണ്. എത്ര കഴുകിയാലും തീരില്ല, അത്രയും പാത്രങ്ങളുണ്ടായിരുന്നു. എല്ലാം വൃത്തിയാക്കി അവിടെ തോർത്തി. പിന്നെ മഗ്‌രിബ് ആയപ്പോൾ എല്ലാം ടേബിളിൽ സെറ്റാക്കാൻ വെച്ചു. കട്ട്ലേറ്റ്, പിന്നെ ബ്രെഡ് റോള്, പിന്നെ ഇറച്ചിപ്പത്തിരി, പിന്നെ ഫ്രൂട്ട്സ്. ഞാൻ കക്കിരിക്കയും നേന്ത്രങ്ങയും കട്ട് ചെയ്ത് മിക്സാക്കി ഉപ്പിട്ട് വെച്ചതാണ്. പിന്നെ ബത്തക്ക ഉണ്ടായിരുന്നു, പിന്നെ നാരങ്ങ സർബത്ത്, പിന്നെ ബത്തക്ക സർബത്ത് ഒക്കെ എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചു. ബാങ്ക് വിളിക്കാൻ വേണ്ടി കാത്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ഐറ്റംസ്. എല്ലാവരും ഒന്ന് ചേർന്നിരുന്നു. നോമ്പ് തുറക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്നു, എല്ലാം റെഡിയായി. ബാങ്ക് വിളിക്കായി കാത്തിരുന്നു. കൃത്യം 6:30 മണിയാകുമ്പോൾ എല്ലാം എനിക്ക് റെഡിയാകും. എല്ലാ കാര്യങ്ങളെല്ലാം റെഡിയായി. ടേബിൾ നോമ്പ് തുറയ്ക്കുള്ള എല്ലാ സാധനങ്ങളും റെഡിയായി. പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചു. പത്തിരി നോമ്പ് തുറന്നതിന് ശേഷം വെക്കാമെന്ന് വെച്ചു. പത്തിരിയും കോവയ്ക്കക്കറി അത്താഴത്തിനുള്ള ഫുഡൊക്കെ നോമ്പ് തുറന്നതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ബാങ്കൊക്കെ വിളിച്ചു, നോമ്പൊക്കെ തുറന്നു. പിന്നെ പള്ളിയിൽ നിന്ന് ചോറ് കൊണ്ടുവന്നിരുന്നു. നോമ്പ് തുറന്നതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് പത്തിരിയും കോവയ്ക്കക്കറിയും ചോറെല്ലാം വെച്ചു കഴിഞ്ഞു. ചോറൊക്കെ വെച്ചുണ്ടാക്കി രാത്രിയാകുമ്പോൾ കഴിച്ച് അത്താഴത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ